അതായത് CPM-ന്റെ എക്കാലത്തെയും ശക്തി എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അതായത് തൊഴിലാളി വർഗ പാർട്ടി തന്നെയാണ് CPM എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. ഇങ്ങനെ ഒരു സാമൂഹിക മാറ്റം സംഭവിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പണ്ടത്തെ ജന്മിമാരുടെ സ്ഥാനത്ത് CPM ഇനി കാണേണ്ടത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളെയാണ്. അതുകൂടാതെ ഇപ്പം പറയുമായിരിക്കും DYFI പോലുള്ള സംഘടനകളുണ്ട്, SFI ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ പലപ്പോഴും ഈ SFI കാലഘട്ടം കഴിയുന്നതോടുകൂടി, DYFI കാലഘട്ടം കഴിയുന്നതോടുകൂടി തന്നെ പല ആളുകളും ഇടതുപക്ഷത്തിന്റെ വിമർശകരായിട്ട് മാറുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണാതെ പോകുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനികളില്ലാതെ ഈ പറയുന്ന ആളുകൾക്കൊന്നും തൊഴിൽ ലഭിക്കാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെയല്ല CPM സമരം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമരം ചെയ്യേണ്ടത്, മറിച്ച് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമസ്കാരം. എല്ലാ കാലത്തും ഒരു തൊഴിലാളി വർഗ പാർട്ടിയായിട്ടാണ് CPM അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ CPM-ന്റെ പോഷക സംഘടനകളിൽ CITU പോലത്തെ തൊഴിലാളികളുമായി നേരിട്ട് സമ്പർക്കം വരുന്ന സംഘടനകൾ തന്നെയാണ് കൂടുതൽ ശക്തവും. പക്ഷേ മാറുന്ന കേരളത്തിനൊപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധങ്ങളും ചിന്തകളും ഐഡിയോളജികളും എല്ലാ കാര്യങ്ങളും മാറി. ഇപ്പം പുതിയ തലമുറ വോട്ടർമാരിൽ നല്ലൊരു ശതമാനമായി ഉയർന്നു. അതിൻ്റെ തിരിച്ചടി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടതുമാണ്. CPM-നെ സംബന്ധിച്ച് അതൊരു അവസാനമല്ല, ഇനി തിരിച്ചു വരണം. CPM-ന്റെ കേഡർ സംവിധാനം അറിയാവുന്ന ആർക്കും അങ്ങനെ ഒരു പാർട്ടി തകരും എന്ന് പറയാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിൽ പോലും തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം, സമീപനങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തണം. പക്ഷെ CPM-നെ സംബന്ധിച്ച് ഇനി തിരിച്ചു വരവിൽ ഈ യുവതയെ കൂടെ നിർത്താൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ തന്നെ ഈ തൊഴിലാളി സംഘടനകൾ CIT പോലത്തെ അവരുടെ ഒരുപാട് വിമർശനങ്ങൾ നമുക്കറിയാം ഏതൊക്കെ വിഷയങ്ങളിലാണെന്ന്. അവരവരുടെ സമീപനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇനി? അതായത് CPM-ന്റെ എക്കാലത്തെയും ശക്തി എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അതായത് തൊഴിലാളി വർഗ പാർട്ടി തന്നെയാണ് CPM എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, പണ്ട് ഈ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തുമൊക്കെയാണ് CPM അധികാരത്തിൽ തന്നെ വന്നത്. ജന്മിമാർക്കെതിരെ നടത്തിയിട്ടുള്ള തുടർച്ചയായ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്കൊടുവിൽ കർഷകർ തൊഴിലാളികൾക്ക് നേടിക്കൊടുത്തിട്ടുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ കേരളത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാകുമോ എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ട് ജന്മിമാരുടെ പറമ്പിൽ പോയി പണിയെടുത്തിരുന്ന ഈ കർഷക തൊഴിലാളികൾ, ആ കർഷക തൊഴിലാളികൾക്ക് ഒക്കെ ഈ ഭൂപരിഷ്കരണത്തോടു കൂടി ഭൂമിയും കാര്യങ്ങളും ഒക്കെ കിട്ടി. എന്നാൽ അവരുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട് പണ്ട് നടന്നിട്ടുള്ള കർഷക സമരങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ല. അവരുടെ മക്കളൊക്കെ ഇന്നിപ്പോൾ ഈ കർഷക തൊഴിലാളിയായിട്ടല്ല ജോലി ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാന്റേഷനുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കളാണെങ്കിലും അവരൊക്കെ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം നേടിയതിനു ശേഷം IT കമ്പനികളിലും നഴ്സിംഗ് തൊഴിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പേര് വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയൊരു സാമൂഹിക മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാമൂഹിക മാറ്റം സംഭവിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പണ്ടത്തെ ജന്മിമാരുടെ സ്ഥാനത്ത് CPM ഇനി കാണേണ്ടത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളെയാണ്. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനികളില്ലാതെ ഈ പറയുന്ന ആളുകൾക്കൊന്നും തൊഴിൽ ലഭിക്കാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെയല്ല CPM സമരം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമരം ചെയ്യേണ്ടത്, മറിച്ച് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഈ IT കമ്പനികളിലും ഈ കോർപ്പറേറ്റ് കമ്പനികളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു തൊഴിൽ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തൊഴിൽ സുരക്ഷിതത്വം ഈ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികളിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. കാരണം കർഷക തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കർഷക തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സമയത്തും ഈ പാടത്തൊക്കെ ഇപ്പോൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊന്നും കേരളത്തിൽ വോട്ടർ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അവരെ ഒരു കാരണവശാലും CPM ആക്കാൻ വേണ്ടിയിട്ട് CPM-ന് സാധിക്കുമെന്നൊന്നും തോന്നുന്നില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടി എവിടെയാണോ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഒന്നും എൻ്റർപ്രണേഴ്സ് അല്ലല്ലോ, കാരണം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും തൊഴിലാളികളാണ്. അപ്പോൾ ആ തൊഴിലാളികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇപ്പോൾ IT കമ്പനിയിൽ വർക്കുന്ന മാനേജറായിരിക്കാം, അതും ഒരു തൊഴിലാളിയാണ്, അവനൊരു തൊഴിലാളിയാണ്. അപ്പോൾ ആ തൊഴിലാളിയുടെ അവകാശത്തിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയിട്ട് CPM-ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിച്ചാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ ഇപ്പം പറയുമായിരിക്കും DYFI പോലുള്ള സംഘടനകളുണ്ട്, SFI ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും.
പക്ഷേ പലപ്പോഴും ഈ SFI കാലഘട്ടം കഴിയുന്നതോടുകൂടി DYFI കാലഘട്ടം കഴിയുന്നതോടുകൂടി തന്നെ പല ആളുകളും ഇടതുപക്ഷത്തിൻ്റെ വിമർശകരായിട്ട് മാറുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണാതെ പോകരുത്. കാരണം ഇന്നിപ്പോൾ പലപ്പോഴും പലരും സംഘടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ കോറ ഹെൽത്തിൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം. കോറ ഹെൽത്തിലൊക്കെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ വരുന്ന സമയത്ത് അവരോട് നിങ്ങൾ എല്ലാവരും ബാഗ് എടുത്ത് വീട്ടിൽ പോയിക്കോ, നിങ്ങൾക്കിനി തൊഴിലില്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന സമയത്തും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കമ്പനികളുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കാൻ വേണ്ടി പാടില്ല. അതായത് നേരത്തെ 8 മണിക്കൂറൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ട് ഇരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അത് 12 മണിക്കൂറിലേക്കാണ് കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ. അത് പോട്ടെ, ബാങ്കിങ് സെക്ടറിലൊക്കെ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർജറ്റ് പ്രഷർ കൊണ്ട് അവർക്ക് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഭാഗത്തെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിക്കണം. ഇപ്പോൾ ബാങ്ക് എംപ്ലോയീസ് യൂണിയനൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും കൂടുതൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് ഇനി ആര് നടത്തേണ്ടത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തിരിച്ചുവരവിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. കാരണം പണ്ടത്തെ ജന്മിമാരുടെ ഭൂമി, ആ ഭൂമിയാണ് ഇന്നത്തെ കോർപ്പറേറ്റ് കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോർപ്പറേറ്റ് കമ്പനികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ അവസരം എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല, ഇപ്പോൾ കേരള കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ ശൈലി സ്വീകരിക്കാവുന്നതാണ്. കാരണം അധ്വാന വർഗ സിദ്ധാന്തമാണ് കേരള കോൺഗ്രസ് ഒക്കെ പറയുന്നത്. ഈ അസംഘടിതരായിട്ടുള്ള ഈ ആളുകൾ വലിയൊരു വോട്ട് ബാങ്കാണ് ഇവിടെ. ഇപ്പം ഞാൻ പറയട്ടെ, വഴിയോര കച്ചവടക്കാർ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വോട്ടൊക്കെ ഇപ്രാവശ്യം പോയിരിക്കുന്നത് UDF-നാണ്. അപ്പോൾ ഈ വഴിയോരത്ത് ജോലി എടുക്കുന്ന, അതായത് അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മുതലാളിമാരെന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർ അവിടെ വിൽക്കുന്ന ഒരു പക്ഷേ നാരങ്ങ വിൽക്കുന്നവരായിരിക്കാം, പച്ചക്കറി വിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡ്രസ്സ് വിൽക്കുന്നവരായിരിക്കാം, കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തൊഴിലാളികൾ തന്നെയാണ്. അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി മുൻപോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ എന്നൊരു അഭിപ്രായം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ. പണ്ടത്തെ കാലത്ത് ആൾക്കാർ അനുസരിച്ച് പോന്നിരുന്ന പല കാര്യങ്ങളും പുതിയ തലമുറയ്ക്ക് നിഷിദ്ധമാണ്. അവർക്ക് താല്പര്യമില്ല, ഞങ്ങൾ അടിമകളല്ല എന്നുള്ളൊരു മനോഭാവം പുതുതലമുറയിൽ നന്നായിട്ടുണ്ട്. ഈ CPM പോലത്തെ സംഘടനകൾക്ക് പണ്ട് അവർ അവകാശം സംരക്ഷിക്കുന്ന രീതിയായിട്ട് പിന്തുടർന്ന് വന്നിരുന്നത് ഒന്ന് ഈ കൊടികുത്തലും, രണ്ട് ഈ സമരങ്ങളിലൂടെ സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നു എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ യുവാക്കളിൽ നല്ലൊരു ശതമാനം സംരംഭകത്വത്തിൽ വരുന്നവരാണ്. അവർ സത്യത്തിൽ മുതലാളിമാരല്ല, ചെറിയ ഒരു ക്യാപിറ്റൽ ഇറക്കിയിട്ടായിരിക്കും ഇവർ പലരും ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പം അങ്ങനത്തെ വരുമ്പോൾ ഇവരെ കൂടി മുതലാളിമാർ എന്ന് കാണാതെ തൊഴിലാളിയായിട്ട് കണ്ടു. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും ചെറുകിട കച്ചവടക്കാരുടെ മുകളിലേക്ക് കയറുന്ന ഒരു പ്രവണതയുണ്ട്. ആ പ്രവണതയൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ നയം മാറ്റിയിട്ടുണ്ട്. അവർ സ്വകാര്യവൽക്കരണത്തെയാണ് എതിർക്കുന്നത്, സ്വകാര്യ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വകാര്യ നിക്ഷേപങ്ങളിലൂടെയാണ് കോർപ്പറേറ്റ് കമ്പനികളിലൂടെ ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോർപ്പറേറ്റ് കമ്പനികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണം. കാരണം ഒരു ദിവസം രാവിലെ നമ്മൾ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവിടെ തൊഴിലില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ആ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. കാരണം അതിദയനീയമായിരിക്കില്ല ഇത്. കാരണം പഠിക്കുന്ന മക്കൾ, ഈ രോഗികളായിട്ടുള്ള മാതാപിതാക്കന്മാർ, ലോണുകൾ, ഇതൊക്കെ ഇല്ല, ഭക്ഷണം, ഇതൊക്കെ എങ്ങനെ പിന്നെ മുമ്പോട്ട് പോകും? കാരണം ഈ പറയുന്ന ആളുകൾക്കൊക്കെ പിന്നീട് ഒരു ലോൺ എടുത്ത് എന്തെങ്കിലും ഒരു എൻ്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇപ്പോൾ ഈ പറഞ്ഞ കോറ ഹെൽത്തിലെ ആളുകളെ GTEC-ൽ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. GTEC-നൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. GTEC എന്ന് കമ്പ്യൂട്ടേഴ്സിനൊക്കെ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാമെന്നുള്ള, അതാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നാളെ എവിടെ വേണമെങ്കിലും നാളെ ഇത് സംഭവിക്കാം. ഇത് മറ്റു പല IT കമ്പനികളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈലൻ്റ് ആയിട്ട് പലരുടെയും ടെർമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണത്. വളരെ സീരിയസ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ടതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറങ്ങിച്ചെല്ലേണ്ടതുമായിട്ടുള്ളൊരു സ്ഥലമാണത് ഈ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികളിലെ തൊഴിലാളികൾ. അതുകൂടാതെ ഞാൻ പറയാം, ഈ ചില ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്. ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ അവിടുത്തെ സെയിൽസ് ഗേൾസ്മാർക്ക് ഇരിക്കാൻ പോലും ചെയറിടാത്തൊരു വലിയ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്തേണ്ടതുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇത് വേണമെങ്കിൽ കോൺഗ്രസിനും ചെയ്യാം, RSPക്കും ചെയ്യാം, മുസ്ലിം ലീഗിനും ചെയ്യാം, കേരള കോൺഗ്രസിനും ചെയ്യാം, ഏത് പാർട്ടിക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. പക്ഷേ ഇത് വളരെ ഗൗരവമേറിയൊരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ കോർപ്പറേറ്റ് വൽക്കരണത്തെ ഒക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്വകാര്യ നിക്ഷേപത്തെ കുറേയധികം നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ജോലി ലഭിക്കുന്ന ആളുകളുടെ ജോലിയുടെ സുരക്ഷിതത്വം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ IT സെക്ടറിലൊക്കെ
യൂണിയനുകളായിട്ട് രൂപീകരിക്കാൻ സാധിക്കത്തില്ല എങ്കിൽ ക്ലബ്ബുകളായിട്ട് രൂപീകരിക്കാൻ വേണ്ടി സാധിക്കണം. അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഒരു ജനറൽ കമ്മ്യൂണിറ്റി രൂപീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ യൂണിയൻ പ്രവർത്തനം നടത്താം. ഇപ്പോൾ യൂണിയൻ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ പ്രവർത്തിക്കണം നിർബന്ധമില്ല. അതിന് പല പല വഴികളുണ്ട്. ഇത്രയും സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഒരുപാട് രീതിയിൽ അവർക്ക് സംഘടിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ സംഘടിക്കുന്നതിനുള്ളിൽ ഒറ്റുകാരുണ്ടായാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ നമ്മുടെ ഈ ചർച്ച കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവുമായിരിക്കും. വരും ദിവസങ്ങളിലൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. നമ്മളൊരു കാര്യം ആലോചിച്ച് കിടക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ CPM ഇപ്പോൾ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഈ വോട്ട് കുറഞ്ഞത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് UDF പോയതുകൊണ്ടല്ല. അതായത് ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്രാവശ്യം LDFനെതിരായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ വോട്ട് താഴേക്ക് പോയത്. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് ആർക്കാണ്? ഈഴവ കമ്മ്യൂണിറ്റിക്കാണ്. ഈഴവ കമ്മ്യൂണിറ്റിക്കാണ് കിട്ടിയത്. പക്ഷേ അവരുടെ രണ്ടാം തലമുറയിലേക്ക് വരുമ്പോഴത്തേക്ക് അവരിപ്പോൾ വേറെ ചിന്തയിലേക്കാണ്. ഹിന്ദു എന്നുള്ള ഒരു ചിന്തകളിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. അതിനെയൊക്കെ തിരുത്തിക്കൊണ്ടുവരാനായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിക്കണം. അത് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെക്യുലറിസം പോലും ഒരു പക്ഷേ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവാം. അത് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മറക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ.